സ്പീക്കറുമായ ശ്രീ എൻ ശക്തൻ, KPCCയുടെ മുൻ പ്രസിഡന്റുമാർ ശ്രീ കെ മുരളീധരൻ, ശ്രീ MM ഹസൻ, നമ്മളുടെ അച്ചടക്ക സമിതിയുടെ ചെയർമാൻ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA, KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റുമാർ ശ്രീ AP അനിൽകുമാർ MLA, ശ്രീ PC വിഷ്ണുനാഥ് MLA, ശ്രീ ഷാഫി പറമ്പിൽ MP, മറ്റ് MP MLA മാർ, രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങൾ, KPCC ഭാരവാഹികൾ, പോഷക സംഘടനാ നേതാക്കന്മാർ, മഹിളാ കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ്, KSU, കർഷക തൊഴിലാളി, ദേശീയ അതുപോലെ തന്നെ ദളിത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള INTUC ഉൾപ്പെടെയുള്ള തൊഴിലാളി സംഘടനാ നേതാക്കന്മാരെ, പ്രിയമുള്ള തൊഴിലാളി സുഹൃത്തുക്കളെ, നല്ലവരായ സഹപ്രവർത്തകരെ, ഇന്നലെ രാവിലെ ഇതേ സമയത്ത് അല്ലെങ്കിൽ ഇതിനു മുൻപ് തന്നെ ആരംഭിച്ച ഈ പരിപാടി 24 മണിക്കൂറുകൾ പിന്നിടുമ്പോഴും ആർക്കും ഒരു ക്ഷീണവുമില്ല. കാലാവസ്ഥ പോലും നമുക്ക് അനുകൂലമായി, വെയിൽ പോലും അല്പം മാറി നിന്ന് ഈ സമരത്തെ അനുഗ്രഹിക്കുകയാണ്, ഈ സമരത്തിന് പിന്തുണ നൽകുകയാണ്. ഉറക്കമൊഴിഞ്ഞ് ഈ പന്തലിൽ രാത്രിയിൽ ഇരുന്നവരുണ്ട്, ഇവിടുത്തെ കട്ടിലിൽ കിടന്നുറങ്ങിയ ഞങ്ങളെപ്പോലുള്ള കുറച്ചു പേരുണ്ട്. ആരുടെയും മുഖത്ത് ഉറക്കക്ഷീണമില്ല, യാതൊരു ക്ഷീണവുമില്ല, ദാഹമില്ല, വിശപ്പില്ല, ആർക്കും ഒരസൗകര്യവുമില്ലാതെ ഈ ന്യായ സമരം ഇവിടെ DCC പ്രസിഡന്റ് പറഞ്ഞതുപോലെ ഏറ്റവും നല്ല നിലയിൽ ഇതിന്റെ തുടർച്ചയ്ക്ക് വേണ്ടി നമ്മൾ തയ്യാറെടുക്കുകയാണ്. ഷാഫി പാർലമെന്റിന്റെ അകത്തും പുറത്തും ഈ കാര്യങ്ങൾ ഏറ്റവും ശക്തമായിട്ട് സംസാരിച്ച ജനപ്രതിനിധികളിൽ ഒരാളാണ്. പ്രേമേന്ദ്രൻ MPയും ഇവിടെ ആ കാര്യങ്ങൾ വിശദീകരിച്ചു. ഈ സമരം ഉദ്ഘാടനം ചെയ്ത KC വേണുഗോപാൽ MP നമുക്കറിയാം, രാഹുൽ ഗാന്ധിക്കൊപ്പം, പ്രിയങ്ക ഗാന്ധിക്കൊപ്പം, കോൺഗ്രസ് അധ്യക്ഷനൊപ്പം നമുക്കറിയാം പാർലമെന്റിന്റെ അകത്തും പുറത്തും ഇന്ന് BJP നടത്തിക്കൊണ്ടിരിക്കുന്ന തൊഴിലാളി ദ്രോഹ നയങ്ങൾക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച നേതാക്കന്മാരുടെ, ജനപ്രതിനിധികളുടെ നീണ്ട നിരയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UDF-നുമുള്ളത് എന്ന് കേരളത്തിലും ഇന്ത്യയിലും എന്ന് നമുക്കെല്ലാം അറിയുന്ന കാര്യമാണ്. ഇതാർക്ക് വേണ്ടിയുള്ള സമരമാണ്? എല്ലാവർക്കും അറിയാം, ഇത് പാവപ്പെട്ട, പ്രധാനമായും സ്ത്രീ തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള സമരമാണ്, അമ്മമാർക്ക് വേണ്ടിയുള്ള സമരമാണ്. അമ്മമാരുടെ പ്രയാസങ്ങൾ അറിയുന്ന കോൺഗ്രസിന്റെ പ്രമുഖയായ നേതാവ് ശ്രീമതി സോണിയാഗാന്ധി UPA ചെയർപേഴ്സണായി ഭരണത്തെ നിയന്ത്രിച്ച സമയത്താണ് ഇന്ത്യ രാജ്യത്തെ സാധാരണക്കാർ, പട്ടിണിപ്പാവങ്ങൾ, സ്ത്രീകൾ, മുതിർന്ന അമ്മമാർ, അവർ കോളേജിൽ പോയവരല്ല, അവർ ഡിഗ്രി പാസ്സായവരല്ല, അവർ പബ്ലിക് സർവീസ് കമ്മീഷന്റെ പരീക്ഷ എഴുതി ജോലിക്ക് കാത്തിരിക്കാൻ കഴിയുന്നവരല്ല, അവർ ഇന്റർവ്യൂവിന് പോയാൽ റാങ്ക് മേടിക്കുന്നവരല്ല, പക്ഷെ അവർ തൂമ്പെടുത്ത് കളയ്ക്കുന്നവരാണ്, അവര് മൺകോരി എടുത്ത് പണിയെടുക്കുന്നവരാണ്, അവരിൽ മണ്ണിൽ പണിയെടുക്കുന്ന, വിയർപ്പ് ഒഴുക്കുന്ന തൊഴിലാളികളാണ്, അവർ വീടിനെ പോറ്റുന്നവരാണ്. അവരെ എങ്ങനെ രക്ഷിക്കണം, അവർക്ക് എങ്ങനെ ജീവിത സാഹചര്യം മെച്ചപ്പെടുത്തണം എന്നാണ് കോൺഗ്രസിന്റെ അന്നത്തെ പ്രസിഡന്റ്, UPA-യുടെ ചെയർപേഴ്സൺ സോണിയാഗാന്ധി ആലോചിച്ചത്. അത് പ്രധാനമന്ത്രിയുമായിട്ട് ആലോചിച്ചു, മൻമോഹൻ സിംഗുമായിട്ട് ആലോചിച്ചു, AK ആന്റണിയും വയലാർ രവിയുമെല്ലാം അന്ന് കേന്ദ്രത്തിലെ മന്ത്രിമാരാണ്. അവരെല്ലാമായിട്ട് ആലോചിച്ചിട്ടാണ് നമുക്കറിയാം ഏറ്റവും ജനകീയമായ, രാജ്യം കണ്ട, ലോകം കണ്ട ഒരു നല്ല പദ്ധതിക്ക് പാവപ്പെട്ടവർക്ക് തൊഴിൽ നൽകണം. അവർക്ക് കോളേജിൽ പോയ ജോലിയുടെ അടിസ്ഥാനത്തിലല്ല, വിദ്യാഭ്യാസ യോഗ്യതയുടെ അടിസ്ഥാനത്തിലല്ല, അവരുടെ പണിയായുധങ്ങളുടെ അടിസ്ഥാനത്തിൽ, കായിക അധ്വാനത്തിന്റെ ബലത്തിൽ അവർക്ക് ജീവിക്കാനുള്ള ഒരു ചെറിയ വരുമാനമെങ്കിലും ഉറപ്പുവരുത്തണം. ജോലി കൊടുക്കാൻ സർക്കാരിന് ഉത്തരവാദിത്തമുണ്ട്. ജോലി കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ അവർക്ക് കൂലിയെങ്കിലും അവർക്ക് നൽകി ജീവിക്കാൻ അനുവദിക്കണം. ഇത് ടാറ്റയ്ക്ക് വേണ്ടിയല്ല, ഇത് ബിർളയ്ക്ക് വേണ്ടിയല്ല, ഇത് അദാനിക്കും അംബാനിയെ പോലുള്ള മുതലാളിമാർക്ക് വേണ്ടിയല്ല, പാവങ്ങൾക്ക് വേണ്ടിയാണ്. പട്ടിണി കിടന്നവരുടെ പട്ടിണി മാറ്റാനാണ് കോൺഗ്രസ് ഈ പദ്ധതി കൊണ്ടുവന്നത്. മറ്റ് പദ്ധതികളെ കുറിച്ച് നേതാക്കന്മാർ വിശദീകരിച്ചു. കർഷകരുടെ കടബാധ്യതകൾ, 80,000 കോടി രൂപയുടെ കടബാധ്യത എഴുതി തള്ളിയ ഗവൺമെന്റ് സാധാരണ കൃഷിക്കാരെ കാർഷിക കടങ്ങളുടെ പേരിൽ
ആത്മഹത്യയിലേക്ക് അവരെ നയിച്ച സന്ദർഭത്തിലാണ് ഇന്ത്യ രാജ്യത്തെ കർഷകരുടെ 80,000 കോടി രൂപയുടെ കടമാണ് മൻമോഹൻ സിംഗിന്റെ ഗവൺമെന്റ് എഴുതി തള്ളിയത് എങ്കിൽ കർഷകരെയും തൊഴിലാളികളെയും പാവപ്പെട്ടവരെ സംരക്ഷിക്കാനുള്ള നിലപാടാണ് എല്ലാ കാലത്തും കോൺഗ്രസ് സ്വീകരിക്കുന്നത്. ഇന്നലെ ഈ സമരം ഉദ്ഘാടനം ചെയ്ത് രാത്രി വരെ ഇവിടെ തങ്ങി രാത്രിയിൽ നമ്മോടൊപ്പം കഞ്ഞിയും പയറും കഴിച്ച് നമ്മൾക്ക് ആശംസകളും ആശീർവാദങ്ങളും നൽകിയ ബഹുമാനായ AICCയുടെ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് ഈ സമരം നടത്താൻ നമുക്ക് പ്രചോദനം നൽകി, നേതൃത്വം നൽകി ഈ സമരം ഉദ്ഘാടനം ചെയ്തു, നമ്മളെ അനുഗ്രഹിച്ചു. ഇന്ന് രാജ്യത്ത് നമുക്കറിയാം മല്ലികാർജുന ഖാർഗെജിയോടൊപ്പം, രാഹുൽജിയോടൊപ്പം, പ്രിയങ്കാജിയോടൊപ്പം BJP സർക്കാരിന്റെ തെറ്റായ നയങ്ങൾക്കെതിരെ, അത് പൗരത്വമായാലും തൊഴിലുറപ്പിന്റെ വിഷയമാണെങ്കിലും വോട്ടർ പട്ടികയിൽ നിന്ന് നമ്മുടെ പേരുകൾ തള്ളിക്കുന്ന കാര്യത്തിലാണെങ്കിലും അതിനെല്ലാം എതിരെ BJPയുടെ തെറ്റായ നയങ്ങൾക്കെതിരെ അതിശക്തമായ പോരാട്ടം നടത്തുന്ന ശ്രീ KC വേണുഗോപാൽ വീണ്ടും നമുക്ക് ആശംസകളും അനുഗ്രഹങ്ങളും നൽകുന്നതിനായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് ഞാൻ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പേരിൽ ഹൃദ്യമായ നന്ദിയും ആശംസകളും അഭിവാദ്യങ്ങളും അർപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ സമരം തുടക്കത്തിൽ തന്നെ നല്ല വാർത്തയോടെയാണ് നമ്മൾ കേട്ടത്. വിഴിഞ്ഞത്തെ കോർപ്പറേഷൻ ബൈ ഇലക്ഷനിൽ നേരത്തെ ഉണ്ടായിരുന്ന 10-20 നമ്മളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ സാധിക്കുന്ന വാശിയേറിയ ബൈ ഇലക്ഷനിൽ നമുക്ക് ജയിച്ചു വരാൻ സാധിച്ചു. പിന്നീട് ഇതാ കൊട്ടാരക്കരയിൽ നിന്ന് മുൻ MLA ഐഷ പോറ്റി CPM-ഉമായിട്ടുള്ള നീണ്ട വർഷക്കാലങ്ങളിലെ ബന്ധം അവസാനിപ്പിച്ച് ഈ പന്തലിൽ വന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അംഗത്വം സ്വീകരിച്ച് ന്യായത്തിന്റെ കൂടെ, നീതിയുടെ കൂടെ, നമ്മുടെ കൂടെ നിൽക്കാൻ തീരുമാനം പ്രഖ്യാപിച്ചത് ഈ സമരപന്തലിന്റെ പ്രത്യേകമായ ഒരു അനുഗ്രഹമാണ്. നമുക്കറിയാം കേരളത്തിലെ സർക്കാരിന്റെ തെറ്റായ നയങ്ങൾക്കെതിരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഐക്യജനാധിപത്യ മുന്നണിയും ജനങ്ങളെ സംഘടിപ്പിച്ച് മുന്നോട്ട് പോവുകയാണ്. അവിടെ നമ്മൾ പറഞ്ഞത് അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിൽ പഞ്ചായത്ത് ഇലക്ഷനിൽ നമ്മൾ ജയിച്ചതുപോലെ 100-ലേറെ സീറ്റ് മേടിച്ച് UDF അധികാരത്തിൽ വരും എന്നാണ് നമ്മളുടെ നേതാക്കന്മാർ എല്ലാവരും ആഗ്രഹിച്ചു പറഞ്ഞത് എങ്കിൽ മുഖ്യമന്ത്രി അത് തിരുത്തി പറഞ്ഞു 110 സീറ്റ് മേടിക്കുമെന്ന്. മുഖ്യമന്ത്രി പറഞ്ഞ 110 സീറ്റ് ഐക്യജനാധിപത്യ മുന്നണിയായിരിക്കും കേരളത്തിൽ കരസ്ഥമാക്കാൻ പോകുന്നത്. കാരണം കേരളത്തിന്റെയും ജനവിരുദ്ധ നയങ്ങളെ തുറന്നെതിർക്കുന്ന ഐക്യജനാധിപത്യ മുന്നണിക്കാണ് കേരളത്തിലെ ജനങ്ങളുടെ മനസാക്ഷിയുടെ അംഗീകാരമുള്ളത്. ഈ സമരം നല്ല നിലയിൽ ഇവിടെ താൽക്കാലികമായിട്ട് ഈ പരിപാടി മാത്രം, ഈ രാപ്പകൽ സമരം ഇന്നിവിടെ അവസാനിക്കുന്നു. ജനുവരി മാസം 30-ാം തീയതി നമുക്കറിയാം രാഷ്ട്രപിതാവിന്റെ രക്തസാക്ഷിത്വ ദിനമാണ്. ഇന്ന് ജനുവരി മാസം 14 ആണെങ്കിൽ ജനുവരി 30 രാഷ്ട്രപിതാവിന്റെ രക്തസാക്ഷിത്വ ദിനമാണ്. ആ ദിനത്തിൽ ഗ്രാമതലങ്ങളിൽ രാഷ്ട്രപിതാവിനെ അനുസ്മരിക്കുന്നു. രാഷ്ട്രപിതാവിനെ വർഗീയവാദികൾ വെടിവെച്ച് വീഴ്ത്തിയ ദിനമാണ് ജനുവരി മാസം 30. ആ ദിവസത്തിൽ രാഷ്ട്രപിതാവിന്റെ ഓർമ്മ പുതുക്കുമ്പോൾ രാഷ്ട്രപിതാവിന്റെ നാമധേയത്വത്തിലുള്ള തൊഴിലുറപ്പ് പദ്ധതിയെ സംരക്ഷിക്കാൻ കൂടി നമുക്ക് പ്രതിജ്ഞാബദ്ധമായി പ്രവർത്തിക്കാം എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഈ സമരത്തിൽ ഇന്നലെ രാവിലെ മുതൽ ഇന്ന് വരെ പങ്കെടുക്കുന്ന ആളുകൾ, ഇടവേളയ്ക്ക് വന്നു ചേർന്ന ആളുകൾ, നേതൃത്വം നൽകിയ വർക്കിംഗ് പ്രസിഡന്റുമാർ 3 പേരും, KPCCയുടെ ഭാരവാഹികൾ, തിരുവനന്തപുരത്തെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി നേതാക്കന്മാർ, പ്രസിഡന്റ് ഉൾപ്പെടെ, സംഘടനാ ചുമതലയുള്ള സെക്രട്ടറി ഉൾപ്പെടെ എല്ലാ പോഷക സംഘടനകളുടെയും നേതാക്കന്മാരും പ്രവർത്തകരും, നല്ലവരായ തൊഴിലുറപ്പ് തൊഴിലാളികൾ, കലാപരിപാടികൾ ആവിഷ്കരിച്ച, കലാപരിപാടികൾ ഹൃദ്യമായിട്ട് അവതരിപ്പിച്ച, പാട്ടും ചാക്യാർ കൂത്തും എല്ലാ കലാപരിപാടികളും ഹൃദ്യമായിട്ട് അവതരിപ്പിച്ച ആ കലാപരമായ സംഘാടക സമിതി അംഗങ്ങൾ എല്ലാവർക്കും പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിക്കുന്നു. മാധ്യമ സുഹൃത്തുക്കൾ ഇന്നലെ മുതൽ ഇവിടെയുണ്ട്, അവർക്കെല്ലാം പ്രത്യേകമായിട്ടുള്ള നന്ദി പറയുന്നു. നമുക്കിനി വിശ്രമമില്ലാത്ത കാലഘട്ടമാണ്. 19-ാം തീയതി തെരഞ്ഞെടുപ്പിൽ ജയിച്ച ആളുകൾ മത്സരിച്ച് ശക്തമായ മത്സരം കാഴ്ചവെച്ച എല്ലാവരും എറണാകുളത്ത് ഒത്തുചേരുകയാണ്. ആ പരിപാടിയിൽ രാഹുൽ ഗാന്ധി തന്നെ വന്ന് നമ്മളെ അനുഗ്രഹിക്കുകയും എല്ലാവർക്കും ആശംസകൾ അറിയിക്കുകയും ചെയ്യുകയാണ്. അതിലേക്കും എല്ലാവരുടെയും സാന്നിധ്യം
ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു. ഈ പരിപാടിയുടെ വിജയത്തിനായി പ്രവർത്തിച്ച എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. നമസ്കാരം. ജയ് ഭാരത്. നന്ദി.